ശ്രീകുമാർ കേൾക്കാമോ? ഈ കടുവയുടെ ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം നിലമ്പൂർ സൗത്ത് DFO ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ 2 തവണ കത്തയച്ച് അറിയിച്ചിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കത്തിന്റെ പകർപ്പാണിപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നത്. കൂട് സ്ഥാപിക്കാൻ അനുമതി നേടിക്കൊണ്ടുള്ള കത്തായിരുന്നു. പക്ഷേ അത് 2 തവണയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അവഗണിക്കുകയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അപ്പോൾ ഒരാളുടെ മരണത്തിന് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് ഉത്തരവാദി വനം വകുപ്പ് ആവുകയാണ് എന്ന തെളിവല്ലേ ഇപ്പോൾ ലഭിക്കുന്നത് ശ്രീ അനിൽകുമാർ? ഞാൻ ഈ കാര്യം വളരെ വിശദമായി തന്നെ കടുവ സാന്നിധ്യം ഉണ്ട് എന്നറിഞ്ഞ സാഹചര്യത്തിൽ ഞാൻ DFOയെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഫേക്ക് അല്ല വാർത്ത, കടുവ സാന്നിധ്യം ഞങ്ങളുടെ ഫുട്ടേജ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തോടും കാര്യങ്ങൾ പറഞ്ഞു. നിയമസഭ നടക്കുന്ന സമയമായതുകൊണ്ട് നിയമസഭയിൽ ഞാൻ മന്ത്രിയോട് വളരെ ഗൗരവതരമാണ് കാര്യം, വളരെ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആദ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അത് തീർച്ചയായിട്ടും അവിടെ കൂട് സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് എനിക്ക് നിയമസഭയിൽ ഉറപ്പ് നൽകി. ഞാൻ 3 ദിവസം കഴിഞ്ഞ് വീണ്ടും നിയമസഭയിൽ പറഞ്ഞു, അങ്ങ് എനിക്ക് തന്ന ഉറപ്പ് അവിടെ പാലിച്ചിട്ടില്ല എന്നാണ് അവിടെ ഉള്ളവർ എന്നോട് അറിയിക്കുന്നത്. ആവശ്യമായ കൂട് അവിടെ സ്ഥാപിച്ചിട്ടില്ല, അതുപോലെ ക്യാമറ വെച്ചിട്ടില്ല എന്ന കാര്യം പറയുകയാണ്. ഞാൻ DFOയെ വീണ്ടും വിളിച്ചു. അപ്പോൾ DFO എൻ്റെ അടുത്ത് പറഞ്ഞു അതിനാവശ്യമായ കാര്യങ്ങൾ ഞാൻ CCFന് എഴുതിയിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വലിയ വീഴ്ച മന്ത്രിയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സംസ്ഥാന വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് CCF ഇങ്ങനെ DFO ഒരു ഗൗരവതരമായ ഒരു കത്തയക്കുമ്പോൾ, ഇതിന്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കത്തയക്കുമ്പോൾ അതിനെ പ്രതികരിക്കാതെ ആവശ്യമായ കൂടും സംവിധാനവും ഒരുക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അത് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് എത്ര അനാസ്ഥയോട് കൂടിയാണ് നോക്കിക്കാണുന്നത് എന്നല്ലേ അതിന്റെ അർത്ഥം. അന്ന് ശക്തമായ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഞാൻ ആവർത്തിച്ചു പറഞ്ഞതാണ്. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. ശ്രീ അനിൽകുമാർ, താങ്കൾ ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു? DFOയോടും അതോടൊപ്പം തന്നെ മന്ത്രിയോടാണ് ഞാൻ മന്ത്രിയോട് നിയമസഭയിൽ 2 തവണ പറഞ്ഞു. സ്വാഭാവികമായി മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ആവശ്യമായ ഡയറക്ഷൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകാറുണ്ട്. നൽകി എന്ന് എന്റെ അടുത്ത് നിയമസഭയിൽ പറയുകയും ചെയ്തു. പക്ഷേ ആ നിയമസഭയിൽ തന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് താഴെ തട്ടിൽ നടപ്പാക്കിയിട്ടില്ല, വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാര് അത് നടപ്പാക്കിയിട്ടില്ല, കൂട് വെച്ചിട്ടില്ല, ക്യാമറ വെച്ചിട്ടില്ല എന്ന് വീണ്ടും ഞാൻ അദ്ദേഹത്തെ റിമൈൻഡ് ചെയ്തു നിയമസഭയിൽ. എന്നിട്ടും ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഭവങ്ങളായി ഇന്ന് വനംവകുപ്പ് മന്ത്രിക്കും ഗവൺമെന്റിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കാറപടങ്ങൾ പോലെ ഇന്ന് ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതിനകത്ത് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊന്നും ഗവൺമെന്റ് തയ്യാറാവാത്തൊരു സാഹചര്യമാണ്. ഇന്ന് റോഡപകടങ്ങളെ പോലെ തന്നെ ഇന്ന് ഇത്തരം കാര്യങ്ങൾ കാണുന്ന രീതിയിലാണ് ഗവൺമെന്റ് ഇരിക്കുന്നത്. അതല്ല എങ്കിൽ ഈ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ കടുവയ്ക്കായി അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുകൾ സ്ഥാപിച്ച് തിരച്ചിൽ നടക്കുന്നതിനിടയ്ക്ക് DFO ഇന്നലെ സ്ഥലം മാറ്റുകയും ചെയ്തു. ഞങ്ങൾക്ക് ഈ കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ DFOയെ സ്ഥലം മാറ്റുന്ന കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരായാലും കുറ്റക്കാരായാലും അവരെ നടപടി എടുക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. മന്ത്രി മറിച്ചാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. മാത്രവുമല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അതിനുശേഷം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കും. ആ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ DFOയ്ക്ക് സ്ഥലം മാറ്റം വന്നിട്ടുള്ളത്. സ്ഥലം മാറ്റം എന്ന് പറയുന്നത് ഭരണപരമായിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായമില്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നുമില്ല. ഗവൺമെന്റ് അധികാരമാണ്, അവകാശമാണ്, മാറ്റട്ടെ. പക്ഷേ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടക്കുന്ന ഇടയിൽ അദ്ദേഹത്തിന് പരിചയമുള്ള വനമേഖലയാണ്, അദ്ദേഹത്തിന് പരിചയമുള്ള സ്ഥലങ്ങളാണ്. ഞാൻ പറഞ്ഞു, ചുരുങ്ങിയ പക്ഷം അദ്ദേഹത്തെ റിലീവ് ചെയ്യുന്ന ഈ കടുവയെ പിടിക്കുന്നവരെങ്കിലും റിലീവ് ചെയ്യാനുള്ള അവസരം കൊടുത്ത് അതിനുള്ള സമയം കൊടുക്കണം എന്ന് ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ താല്പര്യങ്ങൾ വേറെയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ താല്പര്യമോ ജനങ്ങളുടെ ആശങ്കയോ പരിഹരിക്കുന്നുള്ള നടപടിയല്ല ഗവൺമെന്റ് എടുക്കുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ തീർക്കുന്നതിനും ഞാനിവിടെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത് എന്നാണ് പറയുന്നത്. ഉത്തരവിനകത്ത് വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ചില പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ടുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് മാറ്റത്തിന് കാരണം എന്ന് പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, യഥാർത്ഥത്തിൽ ഈ ഒരു ഓപ്പറേഷൻ കഴിയുന്നവരെ, ഈ കടുവയെ പിടിക്കുന്നവരെയെങ്കിലും അതിന് നേതൃത്വം കൊടുക്കുക, അദ്ദേഹത്തെ അനുവദിക്കുക എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. ആ ആവശ്യമാണ് ഞാൻ മന്ത്രിയോട് പറഞ്ഞത്. വളരെ നന്ദി ശ്രീ അനിൽകുമാർ, വിശദമായി തന്നെ പ്രതികരിച്ചതിന്. വലിയ അനാസ്ഥ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന അനാസ്ഥയുടെ തെളിവുകളാണ് പുറത്തുവരുന്നത്.